സുജിത് ദാസ് മലപ്പുറം SP ആയിരിക്കെ കള്ളക്കടത്ത് സ്വർണം വിട്ടുകൊടുത്ത കേസുകൾ കസ്റ്റംസ് വീണ്ടും അന്വേഷിക്കുന്നു. കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട കേസാകും ആദ്യം അന്വേഷിക്കുക. ശ്യാംകുമാർ ഈ വെളിപ്പെടുത്തലുമായി കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. ഗുഡ് മോർണിംഗ്. സുജിത് ദാസ് IPS മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്നപ്പോൾ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകളാണ് കസ്റ്റംസ് അന്വേഷിക്കുന്നത്. ഇന്നലെ നമ്മൾ ഈ വാർത്ത നൽകിയിരുന്നു. ഇന്ന് ആ അന്വേഷണ ചുമതല കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കമ്മീഷണർ പത്മാവതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എത്രത്തോളം ഗൗരവമായിട്ടാണ് കസ്റ്റംസ് ഈ അന്വേഷണത്തെ കാണുന്നതെന്നാണ് കേരളത്തിലെ തന്നെ മുതിർന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥയെ അന്വേഷണം ചുമതലപ്പെടുത്തിയതിലൂടെ വ്യക്തമാകുന്നത്. കേന്ദ്ര സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സുജിത് ദാസ് ഉണ്ടാക്കി. പുറത്തുനിന്ന് സ്വർണം പിടിക്കുകയും അത് ഉരുക്കി സ്വർണ്ണമാക്കി മാറ്റി കോടതിയിൽ കൊണ്ടുവരികയും ചെയ്തതിലൂടെ ഈ കേസുകളിലെ പ്രതികൾക്ക് ഒരു നടപടിയുമില്ലാതെ കള്ളക്കടത്ത് സ്വർണം വിട്ടുകിട്ടി എന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത്. അത്തരത്തിൽ കേന്ദ്ര സർക്കാരിനുണ്ടായ നഷ്ടം എത്രയെന്ന് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അന്വേഷണം. പരാതിക്കാരുടെയും സുജിത് ദാസിന്റെ സംഘം പിടികൂടിയ ആളുകളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമാകും കൂടുതൽ നടപടികൾ ഉണ്ടാകുക. ഏതായാലും സുജിത് ദാസിനെതിരെ നടപടി ആവശ്യപ്പെട്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കാനും കസ്റ്റംസ് തീരുമാനിച്ചിട്ടുണ്ട്. ശ്യാംകുമാർ.